നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. പുത്തൂർ റോഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞു. മരത്താക്കരയിൽ ഫർണിച്ചർ കട കത്തി നശിച്ചു. 20 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തെക്കുംകര പഞ്ചായത്ത് അടങ്ങളം കാർത്തിക ജയൽജിയുടെ നേതൃത്വത്തിൽ പൂക്കൃഷി വിളവെടുപ്പ് ആഘോഷമാക്കി. വാർത്തകൾ വിശദമായി. പുത്തൂർ റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്ഥലം ഏറ്റെടുക്കാൻ വന്ന ഉദ്യോഗസ്ഥരെ ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞു. പുത്തൂർ കുരിശുമൂലയിലെ സ്ഥലം ഏറ്റെടുപ്പാണ് തടഞ്ഞത്. പുറമ്പോക്ക് ഭൂമി ഏറ്റെടുത്ത ശേഷം മാത്രം മതി സ്വകാര്യ ഭൂമി ഏറ്റെടുക്കൽ എന്ന നിലപാടിലാണ് നാട്ടുകാർ തടയാൻ കാരണമായത്. നിലവിലെ റോഡിന്റെ ഇരുഭാഗത്തേക്കും 7.5 മീറ്റർ വീതിയിലാണ് സ്ഥലം ഏറ്റെടുക്കുന്നത്. ഇത്തരത്തിലെടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കൂടുതൽ പുറമ്പോക്ക് ഭൂമി കിടക്കുമ്പോൾ എതിർഭാഗത്ത് സ്വകാര്യ വ്യക്തികളുടെ സ്ഥലം നഷ്ടമാവുന്നതാണ് പ്രതിഷേധത്തിന് കാരണം. എന്നാൽ റോഡിന്റെ അലൈൻമെന്റ് പ്രകാരമാണ് സ്ഥലം ഏറ്റെടുക്കാൻ കഴിയുക എന്ന നിലപാടിലാണ് പൊതുമരാമത്ത് വകുപ്പ്. ഇതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. സ്ഥലം ഏറ്റെടുപ്പ് തടഞ്ഞതോടെ തഹസിൽദാർ ഉൾപ്പെടെ സ്ഥലത്തെത്തി നാട്ടുകാരുമായി ചർച്ച നടത്തി. ജനങ്ങളുടെ പ്രതിഷേധം ബന്ധപ്പെട്ടവരെ അറിയിക്കുമെന്നും അതുവരെ എതിർപ്പുള്ളവരുടെ സ്ഥലം ഏറ്റെടുക്കില്ലെന്നും പറഞ്ഞതോടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി. പ്രദേശത്തെ 8ഓളം വീട്ടുകാരാണ് എതിർപ്പുമായി രംഗത്ത് വന്നത്. വരും ദിവസങ്ങളിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരും അറിയിച്ചു. പ്രതിഷേധത്തെ തുടർന്ന് ഒല്ലൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. മരത്താക്കരയിൽ ഫർണിച്ചർ കടയിൽ വൻ തീപിടുത്തം. 20 കോടി രൂപയുടെ സാധനങ്ങൾ കത്തി നശിച്ചു. ദേശീയപാതയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഫർണിച്ചർ ഷോറൂമിലാണ് തീപിടുത്തമുണ്ടായത്. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. കെട്ടിടത്തിൽ നിന്നും വൻതോതിൽ പുക ഉയരുന്നത് സമീപത്തെ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ആദ്യം കണ്ടത്. ഉടൻ ബന്ധപ്പെട്ടവരെയും നാട്ടുകാരെയും വിവരം അറിയിക്കുകയായിരുന്നു. വളരെ വേഗം തീ ആളിപ്പടരുകയും ഷോറൂമിനകത്തെ ഇന്റീരിയർ ഡിസൈനിങ് ഉൽപ്പന്നങ്ങളും ഫർണിച്ചർ ഉൽപ്പന്നങ്ങളുമെല്ലാം കത്തി നശിക്കുകയും ചെയ്തു. ആർക്കും പരിക്കില്ല. തൃശൂർ, പുതുക്കാട്, ചാലക്കുടി, ഇരിങ്ങാലക്കുട, വടക്കാഞ്ചേരി എന്നീ നിലയങ്ങളിലെ 5 യൂണിറ്റ് ഫയർഫോഴ്സ് സ്ഥലത്തെത്തി കെട്ടിടത്തിന്റെ 3 ഭാഗങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് 2 മണിക്കൂറോളം അടുത്താണ് തീ നിയന്ത്രിച്ചത്. തൊഴിലാളികളാണ് ഫയർഫോഴ്സിനെ വിവരമറിയിച്ചത്. സ്പോഞ്ചും മരങ്ങളും കൂടുതലായതുകൊണ്ട് തന്നെ തീ വളരെ വേഗം ആളിപ്പടരാൻ കാരണമായി. ഏകദേശം 20 കോടിയോളം രൂപയുടെ നാശനഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക നിഗമനം. ഉള്ളൂർ പോലീസും പുത്തൂർ പഞ്ചായത്ത് പ്രതിനിധികളും സ്ഥലത്തെത്തിയിരുന്നു. കേരളത്തിലെ ക്രമസമാധാന പാലകർ തന്നെ അഴിമതിയും ഗുണ്ടായിസവും കൊലപാതകവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്നത് ഭരണകക്ഷി MLAയുടെ പ്രസ്താവനയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നും ആം ആദ്മി പാർട്ടി. സൂപ്പർ DGP ചമഞ്ഞ് ഇതിനെല്ലാം നേതൃത്വം നൽകുന്ന MR അജിത് കുമാർ അടക്കമുള്ള അഴിമതിക്കാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആം ആദ്മി പാർട്ടി തൃശൂരിന്റെ നേതൃത്വത്തിൽ DIG ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. പിണറായി വിജയന്റെ കോലത്തിൽ ചൂലുകൊണ്ടടിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് ആം ആദ്മി പാർട്ടി യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ജിതിൻ സദാനന്ദൻ പ്രതിഷേധ ജാഥ ഉദ്ഘാടനം ചെയ്തു. ആം ആദ്മി പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് റാഫേൽ ടോണി അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് സിന്ധു സന്തോഷ് ആശംസകൾ അർപ്പിച്ചു. ജില്ലാ സെക്രട്ടറി ജിജോ ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബിന്നി പൊന്തേക്കൻ നന്ദിയും പറഞ്ഞു. സെൻട്രൽ ജയിലിലുള്ള മകന് കഞ്ചാവുമായി എത്തിയ അമ്മ അറസ്റ്റിൽ. വിയൂർ സെൻട്രൽ ജയിലിലുള്ള മകന് കഞ്ചാവുമായി എത്തിയ തിരുവനന്തപുരം പന്നിയോട് സ്വദേശിയായ ലതയാണ് അറസ്റ്റിലായത്. കാപ്പ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന ഹരികൃഷ്ണനെ കാണാനാണ് മാതാവ് ലത കഞ്ചാവുമായി എത്തിയത്. ലത ജയിലിലെത്തുമ്പോൾ മകന് കഞ്ചാവ് നൽകുന്നുണ്ട് എന്ന രഹസ്യ വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ലതയെ എക്സൈസ് സംഘം പരിശോധിക്കുകയായിരുന്നു. ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിൽ നിന്നാണ് എക്സൈസ് സംഘം കഞ്ചാവ് കണ്ടെടുത്തത്. 80 ഗ്രാം കഞ്ചാവായിരുന്നു ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നത്. പ്രതികളെയും പ്രതികളെ കാണാനെത്തുന്നവരെയും പോലീസ് പരിശോധിക്കാറുണ്ട്.
എന്നാൽ കയ്യിലുള്ള ബാഗിൽ ഒളിപ്പിച്ചാണ് ഇവർ അകത്തേക്ക് കഞ്ചാവ് എത്തിച്ചത്. നേരത്തെ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യം കൂടുതൽ ചോദ്യം ചെയ്യലിനു ശേഷം മാത്രമേ പറയാനാകൂ എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളുമായി നിങ്ങളുടെ ഓണം ആഘോഷമാക്കാൻ മണ്ണുത്തി ഗേൾ ഫ്രണ്ട് സ്റ്റോർ മാർക്കറ്റിന് സമീപം ഒരുങ്ങിയിരിക്കുന്നു. ആഡംബരവും സൗന്ദര്യവും ഇഴചേർന്ന കസവ് സാരികൾ, ഫാഷൻ വെയറുകൾ, പാരമ്പര്യ തനിമയാർന്ന സെലിബ്രേഷൻ വെയറുകൾ, പ്രമുഖ ബ്രാൻഡ് വസ്ത്രങ്ങൾ എന്നിവയുമായി ഓണം ആഘോഷമാക്കാൻ മണ്ണുത്തി മാർക്കറ്റിന് സമീപമുള്ള ഗേൾ ഫ്രണ്ട് സ്റ്റോർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസിന് മുന്നിൽ കൂട്ടധർണ നടത്തി. ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഓണത്തിന് മുൻപ് വിതരണം ചെയ്യുക, ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലതാമസം കൂടാതെ അനുവദിക്കുക, ക്ഷേമനിധി പെൻഷൻ 5000 രൂപയാക്കി ഉയർത്തുക, ഓണത്തിന് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്ന് ബോണസ് അനുവദിക്കുക, ബസ് പിരിവ് ഊർജിതമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൂട്ടധർണ നടത്തിയത്. KPCC ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് കൂട്ടധർണ ഉദ്ഘാടനം ചെയ്തു. KKNTC ജില്ലാ പ്രസിഡന്റ് PC തോമസ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. K മോഹൻദാസ്, ബാബു F നീലങ്കാവിൽ, BV ജോയ്, രാംകുമാർ, PV സുരേന്ദ്രൻ, PK പ്രകാശൻ, KV കബീർ എന്നിവർ പ്രസംഗിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ തോമസ് വടക്കൻ സ്വാഗതവും കുട്ടൻ പൊളിക്കലാൻ നന്ദിയും രേഖപ്പെടുത്തി. ദുബായിലാണ് വന്നിറങ്ങുന്നത്. ഇതെന്തിനാണ് അങ്ങനെ ചെന്നിറങ്ങുന്നത്? അപ്പോൾ അവിടെ നിന്നൊക്കെ സ്വരൂപിച്ച് സംവിധാനമൊക്കെ അവിടെ ഏൽപ്പിച്ച് ഭദ്രമായി ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം മടങ്ങി വരുന്നത്. അങ്ങനെയുള്ള കേരളത്തിലെ സംബന്ധിച്ച് ഇവിടുത്തെ പാവപ്പെട്ടവരുടെ തൊഴിലാളിയുടെ പ്രശ്നം, അധ്വാനിക്കുന്ന നിർമ്മാണ തൊഴിലാളിയുടെ പ്രശ്നം, ആ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും ഒരു അക്ഷരം പോലും ചിന്തിക്കുവാനോ അവരെ കുറിച്ച് വേവലാതിപ്പെടുവാനോ ഒരു നിമിഷം പോലും കളയാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന തൊഴിൽ പലപ്പോഴും അഭിമാനം കൊണ്ട് ഞാനൊരു തൊഴിലാളിയുടെ മകനാണ്, ഞാനൊരു ചെത്ത് തൊഴിലാളിയുടെ മകനാണെന്ന് പറഞ്ഞ് കൂറ്റം കൊള്ളുന്ന പിണറായി വിജയനെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളികളുടെ കണ്ണുനീർ കാണാൻ നിങ്ങൾക്ക് മനസ്സില്ലേ എന്ന് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആ കാലഘട്ടത്തിലെ ഓണക്കാലത്താണ് പ്രിയപ്പെട്ടവരെ യാതൊരു മാർഗവുമില്ലാതെ, ഗതിയും പരഗതിയുമില്ലാതെ സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. മെഡിപ്ലസ്, ഓർത്തോ, ENT ആൻഡ് ചെസ്റ്റ് ക്ലിനിക്, മണ്ണുത്തി. അസ്ഥി, വാദം സംബന്ധ എല്ലാ രോഗങ്ങൾക്കും ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ അമലു ജോയ് ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ 5:30 മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺ ചെവി, മൂക്ക്, തൊണ്ട സംബന്ധമായ രോഗങ്ങൾക്ക് ബുധൻ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 5:30 മുതൽ രോഗികളെ പരിശോധിക്കുന്നു. വിട്ടുമാറാത്ത ചുമ, കഫക്കെട്ട്, ആസ്മ, അലർജി എന്നീ ശ്വാസകോശ രോഗങ്ങൾക്ക് പൾമനോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ജഗദീഷ് രാജ് ചൊവ്വ, ശനി ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. ബുക്കിംഗിനായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, ഡിജിറ്റൽ എക്സ്റേ, ലബോറട്ടറി ആൻഡ് ECG, സുവർണ ബസാർ, മാർക്കറ്റ് റോഡ്, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടാ? മൂട്ടിയൊന്നുമില്ല, പക്ഷെ കിടക്ക. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്.
ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. വസ്ത്രലോകം നിങ്ങളുടെ മനസ്സിനൊപ്പം. നിങ്ങളുടെ പരിപൂർണ സംതൃപ്തിക്കായി എല്ലാത്തരം വസ്ത്രങ്ങളുടെയും കൂടുതൽ കളക്ഷൻ. പുത്തൻ ട്രെൻഡുകളുമായി ഓണക്കാലം വരവേൽക്കാൻ സജി ഫാബ്രിക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേക വിഭാഗങ്ങൾ. ബോയ്സിനായി മെൻസ് ക്ലബ്. സജി ഫാബ്രിക്സ്, മൂർക്കനിക്കര. ദ കംപ്ലീറ്റ് ഡ്രസ് വേൾഡ്. ഫോൺ 7306743585. ജസ്റ്റിസ് ടി രാമചന്ദ്രൻ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള 13ാമത് അഖിലേന്ത്യാ മൂട്ട് കോർട്ട് മത്സരത്തിന് സെപ്റ്റംബർ 6 വെള്ളിയാഴ്ച തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ തുടക്കമാകും. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 കണക്കിന് മികച്ച നിയമ വിദ്യാർത്ഥികൾ പങ്കെടുക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുൻ കേരള ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് PS ഗോപിനാഥനും ജസ്റ്റിസ് നാരായണ പിഷാരടിയും വെള്ളിയാഴ്ച നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും. മത്സരത്തിന്റെ ഫൈനൽ സെപ്റ്റംബർ 8 ഞായറാഴ്ച ഉച്ചയോടുകൂടി ആരംഭിക്കും. വിജയികൾക്ക് ജസ്റ്റിസ് ടി രാമചന്ദ്രൻ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയോടൊപ്പം നിരവധി ക്യാഷ് പ്രൈസുകളും ലഭിക്കും. ഫൈനലിനും അതിനുശേഷം നടക്കുന്ന സമാപന സമ്മേളനത്തിലും കേരള ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് CS ഡയസ്, ജസ്റ്റിസ് കൗസർ എടപ്പകത്ത്, ജസ്റ്റിസ് മുഹമ്മദ് നിയാസ് എന്നിവർ പങ്കെടുക്കും. നിയമവിദഗ്ധൻ പ്രൊഫസർ KC സണ്ണിയും ചടങ്ങിൽ സംബന്ധിക്കും. വാർത്താ സമ്മേളനത്തിൽ സോണിയ, രാഖി, ധന്യ, ശ്യാംകുമാർ, സൈമൺ എന്നിവർ പങ്കെടുത്തു. രക്തദാനം, ലഹരിക്കെതിരെ പുസ്തക ചങ്ങാത്തം, പക്ഷികൾക്കായി പാന സ്നാന പാത്ര വിതരണം, കമ്പ്യൂട്ടർ ഗെയിമുകൾക്കെതിരെ റൂബിക്സ് പരിശീലനം, മിഠായിക്ക് പകരം മധുര നെല്ലിക്ക വിതരണം, മൂല്യധിഷ്ഠിത മോട്ടിവേഷൻ ക്ലാസുകൾ എന്നിവ നടപ്പിലാക്കുന്ന ഒരു അധ്യാപകൻ. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്കൃത അധ്യാപകനായ PJ സ്റ്റൈജു ആണ് 72 തവണ രക്തം ദാനം ചെയ്ത് കുട്ടികളെ രക്തദാനത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി മാതൃകയാകുന്നത്. NCC, SPC, സ്കൗട്ട്, ഗൈഡ്സ്, റെഡ് ക്രോസ് തുടങ്ങിയ വിദ്യാർത്ഥി കേന്ദ്രീകൃതമായ യൂണിഫോം സംഘടനാംഗങ്ങളെ കേന്ദ്രീകരിച്ച് രക്തദാനത്തിന്റെ ബോധവൽക്കരണ സെമിനാറുകൾ നടത്തിയും 18ാം പിറന്നാൾ രക്തം ദാനം ചെയ്ത് ആഘോഷിപ്പിക്കും എന്ന പ്രതിജ്ഞ എടുപ്പിച്ചും രക്തദാനത്തിന് ശക്തനായ വക്താവായിരിക്കുകയാണ് സ്റ്റൈജു മാസ്റ്റർ. അദ്ദേഹത്തിന്റെ രക്തദാന ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ചത് അദ്ദേഹം ആദ്യം രക്തദാനം നടത്തിയ ശ്രീകൃഷ്ണ കോളേജിൽ നടന്ന ചടങ്ങിൽ മുൻ കേന്ദ്ര പ്രതിരോധ ടൂറിസം സഹമന്ത്രി അനിൽ ഭട്ടാണ് ഉദ്ഘാടനം ചെയ്തത്. അധ്യാപകനായ തന്റെ മുന്നിലുള്ള 17 വയസ്സ് പ്രായമുള്ള ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളെ 18ാം പിറന്നാൾ രക്തദാനം ചെയ്തും ആഘോഷിക്കുവാൻ കത്തെഴുതിയും ഫോൺ വിളിച്ചും കുട്ടികളെ രക്തദാനത്തിന് സജ്ജമാക്കുന്നത് കണക്കിലെടുത്ത് കേരള സർക്കാരിന്റെ മികച്ച രക്തദാന പ്രവർത്തകനുള്ള സംസ്ഥാന അവാർഡും മാസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ വിദ്യാർത്ഥികളുടെ ഇടയിൽ വർദ്ധിച്ചുവരുന്ന ലഹരി ഉപഭോഗത്തെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കാൻ അവരെ പരിശീലിപ്പിക്കാനും മാസ്റ്റർക്ക് പദ്ധതികളുണ്ട്. കോവിലൻ ട്രസ്റ്റ്, സംസ്കൃത അധ്യാപക ഫെഡറേഷൻ തുടങ്ങിയ സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമാണ് സ്റ്റൈജു മാസ്റ്റർ. 24 കേരള ബറ്റാലിയനിലെ മേജർ റാങ്കിലുള്ള അസോസിയേറ്റഡ് NCC ഓഫീസറാണ് സ്റ്റൈജു. സെന്റ് ജോസഫ് ആൻഡ് സെന്റ് സിറിൽസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗണിത അധ്യാപികയായ ഭാര്യ അമ്പിളി പീറ്ററും മക്കളായ അനന്യ, അമൃത, അഭിഷേക് എന്നിവരും മാസ്റ്റർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തുണ്ട്. FEI ദീർഘദൂര കുതിരയോട്ട ചാമ്പ്യൻഷിപ്പിൽ സീനിയർ വിഭാഗത്തിൽ മത്സരിക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ മലയാളി താരം നിത അഞ്ചും ചേലാട്ട്. കഴിഞ്ഞ വർഷത്തെ FEI ജൂനിയർ ചാമ്പ്യൻഷിപ്പ് പൂർത്തിയാക്കി റെക്കോർഡിട്ട ശേഷം ഇപ്പോൾ ആഗോള വേദിയിൽ ചരിത്രം കുറിക്കുന്നത് തുടരുകയാണ് നിത. കൊച്ചിയിൽ 2024 സെപ്റ്റംബർ 4 ദീർഘദൂര കുതിരയോട്ടത്തിലെ ലോക ചാമ്പ്യൻഷിപ്പായ FEI എൻഡ്യൂറൻസ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതയാകാൻ ഒരുങ്ങി മലപ്പുറം തിരൂർ സ്വദേശി നിത അഞ്ചും ചേലാട്ട്. ഇതാദ്യമായല്ല ആഗോളതലത്തിൽ ഈ കായിക ഇനത്തിൽ നിത രാജ്യത്തിന്റെ യശസ് ഉയർത്തുന്നത്. കഴിഞ്ഞ വർഷം നടന്ന FEI ജൂനിയർ ലോക ചാമ്പ്യൻഷിപ്പ് വിജയകരമായി പൂർത്തിയാക്കിയ നിത ലോകമെമ്പാടും വാർത്തകളിൽ നിറഞ്ഞിരുന്നു. ഫ്രാൻസിലെ മോൺപാസിയറിൽ നടക്കുന്ന സീനിയർ ചാമ്പ്യൻഷിപ്പിലാണ് 22-കാരിയായ താരം മാറ്റുരയ്ക്കുന്നത്. കുതിരയോട്ട മത്സരങ്ങളുടെ അന്താരാഷ്ട്ര സംഘടനയായ ഇന്റർനാഷണൽ എക്യൂസ്ട്രിയൻ ഫെഡറേഷൻ അഥവാ FEI ആണ് മത്സരങ്ങൾ നടത്തുന്നത്. ഇന്ത്യയിൽ ഈ കായിക ഇനത്തിന് ജനപ്രീതി കുറവാണെങ്കിലും ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരോട്ടമുള്ള ഇനമാണ് കുതിരയോട്ടം. ആ രാജ്യങ്ങളിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ കുതിരയോട്ടക്കാരുടെ നിരയിലാണ് ഈ യുവ കായിക താരം തലയുയർത്തി നിൽക്കുന്നത്.
കടുത്ത പോരാട്ടം നടക്കുന്ന ഈ കായിക മത്സരത്തിൽ അസാധാരണമായ മെയ്വഴക്കവും സൂക്ഷ്മതയും വേഗതയും അത്യാവശ്യമാണ്. 40 രാജ്യങ്ങളിൽ നിന്നുള്ള 144 കുതിരയോട്ടക്കാരെയാണ് നിത നേരിടുന്നത്. തന്റെ വിശ്വസ്ത പങ്കാളിയായ പെൺകുതിര പെട്ര ഡെൽ റേയ്ക്കൊപ്പമാണ് നിത കളത്തിലിറങ്ങുന്നത്. നിതയുടെ ആൺകുതിരയായ ഡിസൈൻ ഡു ക്ലൗഡും മത്സരത്തിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട്. 160 കിലോമീറ്റർ ദൈർഘ്യമുള്ള ദുർഘട പാതയാണ് മത്സരത്തിൽ നിതയെ കാത്തിരിക്കുന്നത്. Hello everyone. I'm super excited to be part of the Senior World Championship that will take place on the 7th of September in Montpellier in France. And I had the opportunity to take part in the Junior World Championship last year, 2023. And I successfully completed the 120-kilometer long race. And this year I am even more excited to be part of the Senior World Championship with a much more challenging task in front of me, completing the 160-kilometer. And being on this amazing journey excites me and I look forward to it. I will truly appreciate your continuous support and encouragement in my journey. And I hope for well wishes from all of you. Thank you. തെക്കുങ്കര പഞ്ചായത്തിലെ അടങ്കളം കാർത്തിക ജയൽജിയുടെ നേതൃത്വത്തിൽ നടന്ന നിറപ്പൊലിമ പൂക്കൃഷിയുടെ വിളവെടുപ്പ് ആഘോഷമായി. 1/2 ഏക്കർ സ്ഥലത്താണ് മഞ്ഞയും ചുവപ്പും നിറപ്പൊലിമയുള്ള ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നത്. വാടങ്കം എസ് ഷാജുവിന്റെ അധ്യക്ഷതയിൽ സ്ഥിരം സമിതി അധ്യക്ഷൻ PR രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി ഓഫീസർ അർച്ചന, ബ്ലോക്ക് കോർഡിനേറ്റർ CV ഗ്രീഷ്മ, CDS അംഗം സിന്ധു, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ അജിത സുനിൽ എന്നിവർ സംസാരിച്ചു. VS കൃഷി ഓഫീസർ, ഈ കാർത്തിക ജയൽജിയുടെ അംഗങ്ങൾ, ഇവർ കൊല്ലം 50 സെൻറ്റ് സ്ഥലത്താണ് കൃഷി തുടങ്ങിയിരിക്കുന്നത്. അത് കൊല്ലം ഓണാഘോഷമില്ലെങ്കിലും വീട്ടുകളിൽ എല്ലാ വീട്ടിലും ഓണിടണം, പൂവിടണം. അപ്പോൾ നമുക്ക് അതാണ് ആവശ്യം. ഓണാഘോഷത്തിന് പൂ കൊടുക്കലല്ല, വീടുകൾക്ക് നല്ല പൂവ്. ഈ പൂവ് നമുക്ക് പൊട്ടിച്ച് മണത്ത് നോക്കിയാൽ നമുക്ക് ശ്വാസം മുട്ടുണ്ടാവില്ല. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവ് മണത്ത് നോക്കിയാൽ ചിലപ്പോൾ എന്തുണ്ടാവുമെന്ന് അറിയില്ല. എന്താ വെച്ചാൽ അതിലേക്ക് മരുന്നടിച്ചിട്ട് ഇപ്പോൾ നമ്മുടെ പൂക്കാട് ചെയ്യുന്നതെന്ന് പറയുക, വെള്ളം അധികം ചെയ്യും. അത് നമ്മൾ മരുന്നടിക്കുന്നില്ല. മരുന്നടിക്കാത്ത സാധനമാണ് ഈ നിൽക്കുന്ന പൂൾ അപ്പടി. അത് കാരണം അത് അധികം ദിവസം നിൽക്കില്ല. നമ്മൾ വീട്ടുകൊണ്ട് കഴിച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതിൻ്റെ ഭംഗി പോവും. അന്നേരം നമ്മൾ തൃശ്ശൂരിൽ ഒരു കിറ്റ് പൂ വെച്ച് കഴിഞ്ഞാൽ ഓണം കഴിഞ്ഞ വരെ അതിടാം, ഒരു കേടും വരില്ല. അതെന്ന് വെച്ചാൽ അതിലപ്പടിയും ഈ മറ്റേ വിഷാംശം വരണേ. അപ്പോൾ നമ്മുടെ ഇവിടുന്ന് 40 രൂപ കിട്ടുമ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ 30 രൂപ കിട്ടും. അപ്പോൾ ആൾക്കാർ പേടിക്കുക 30 രൂപ സാധനം മേടിക്കാൻ പോവുക. എന്ന് വെച്ചാൽ ലാഭം ഉണ്ടല്ലോ, 10 രൂപ ലാഭം കിട്ടിയാൽ പക്ഷേ അപ്പം അങ്ങോട്ട് പോകും. ആ അവസ്ഥ മാറി നമ്മുടെ നാട്ടിലെ ജയൽജി വെച്ചാൽ നല്ല വളം ഇട്ടിട്ട് മരുന്നടിക്കാത്ത സാധനങ്ങൾ ഉപയോഗിക്കാൻ. ഈ പൂ മാത്രമല്ല, കൃഷിയിലേക്ക് നമ്മളങ്ങനെ എല്ലാവരും എത്തിച്ചേരണമെന്നാണ് പറയാനുള്ളത്. ഇവിടെ നിന്ന് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജും സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും തൃശൂർ ടൗൺ ഹാളിൽ ഓണം മേള സംഘടിപ്പിക്കുമെന്ന് പ്രിൻസിപ്പൽ K മീനാക്ഷി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. P ബാലചന്ദ്രൻ MLA മേള ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 5, 6, 7 തീയതികളിലായാണ് ഓണം ട്രേഡ് ഫെസ്റ്റ് നടത്തുക. തുണിത്തരങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ, ശുചീകരണ വസ്തുക്കൾ, വീട്ടുപകരണങ്ങൾ, കരകൗശല വസ്തുക്കൾ, ഫുഡ് കോർട്ട് എന്നിവയും ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ ഹാരിസ് നടുത്തൊടി, ഡോക്ടർ അജയ് ജെയിംസ് എന്നിവരും പങ്കെടുത്തു. ദേശീയപാത നടത്തറയിൽ നിയന്ത്രണം തെറ്റിയ കാർ ഡിവൈഡറിൽ ഇടിച്ചു കയറി അപകടം. ആർക്കും പരിക്കില്ല. എറണാകുളത്ത് നിന്നും മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. കുട്ടനല്ലൂർ ഭാഗത്തു നിന്നും നടത്തറ ഭാഗത്തേക്ക് വന്ന വാഹനം നിയന്ത്രണം തെറ്റി ഡിവൈഡറിൽ ഇടിച്ച് കയറി മരത്തിലിടിച്ചാണ് നിന്നത്. എതിർദിശയിലെ ട്രാക്കിലേക്ക് വാഹനം കടക്കാതിരുന്നതിനാൽ മറ്റ് അപകടവും ഒഴിവായി. വാഹനത്തിന്റെ മുൻഭാഗത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. ഒരിടവേള കൂടി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ 26-ൽ പരം വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ ഏറ്റവും വലിയ ആഭരണ കളക്ഷൻ. വർഷങ്ങളായി പ്രവർത്തിച്ച് ജനവിശ്വാസം ആർജിച്ച പാരമ്പര്യം. ജനങ്ങളുടെ സൗകര്യാർത്ഥം മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി. അവർ സിസ്റ്റർ കൺസേൺ സണ്ണീസ് ജ്വല്ലറി, പോസ്റ്റ് ഓഫീസിനു സമീപം മണ്ണുത്തി.
നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടോ? ഡയബറ്റീസ് കണ്ണിന്റെ ഞരമ്പുകളെ ദുർബലപ്പെടുത്തി കാഴ്ച നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട്. കണ്ണിന്റെ ഞരമ്പുകളെ സംരക്ഷിക്കുന്ന നൂതന ചികിത്സയുമായി അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. കണ്ണോപ്പറേഷൻ ഇനി മണ്ണുത്തിയിൽ. 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഡോക്ടർ ആശ അമൃത കണ്ണാശുപത്രി മണ്ണുത്തി. നൂതന ഫ്രെയിമുകളും കോൺടാക്ട് ലെൻസുകളും ഇവിടെ ലഭ്യമാണ്. കൂടാതെ എല്ലാ ഇൻഷുറൻസ് പരിരക്ഷകളും ചികിത്സകളും ഇവിടെ ലഭിക്കുന്നു. അമൃത കണ്ണാശുപത്രി മണ്ണുത്തി ആൻഡ് വടക്കുംചേരി. ഫോൺ 0487237485. മൊബൈൽ 9061858682. ആതുര ശുശ്രൂഷ രംഗത്ത് കാൽനൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം. ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. മോൺസിഞ്ഞോർ ആന്റണി മാളിയേക്കലച്ചന്റെ ശ്രാദ്ധ ദിനാചരണം പൊന്നൂക്കര സെന്റ് ജോസഫ് പള്ളിയിൽ നടത്തി. മോൺസിഞ്ഞോർ ആന്റണി മാളിയേക്കലച്ചന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പൊന്നൂക്കര അസംഷൻ കോൺവെന്റിലെ കല്ലറക്കരികിൽ നിന്നും പള്ളിയിലേക്ക് ഛായാചിത്രം വഹിച്ചുകൊണ്ടുള്ള റാലിയും ഉണ്ടായിരുന്നു. തുടർന്ന് മാർ ആൻഡ്രോസ് താഴത്തിന്റെ കാർമ്മികത്വത്തിൽ സമൂഹ ബലിയർപ്പണവും നടത്തി. വികാരി ജിമ്മി കല്ലിങ്ങൽക്കുടിയിൽ, കൺവീനർ ദേവസി വാഴപ്പറമ്പൻ, കമ്മിറ്റി അംഗങ്ങൾ, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രതിനിധി യോഗം, കൈക്കാരന്മാർ എന്നിവർ ശ്രാദ്ധ ദിനാചരണത്തിന് നേതൃത്വം നൽകി സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു. സഹനങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം ഉണ്ടെങ്കിലും അതെല്ലാം ഈശോ നന്മയ്ക്കായി മാറ്റും എന്നുള്ള ബോധ്യത്തോടെ പ്രവർത്തിക്കണം. ഒപ്പം തന്നെ സമൂഹത്തിൽ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ, പാവപ്പെട്ടവരെ സഹായിക്കാൻ സന്നദ്ധരാകണം. അതേ സമയത്ത് വളരെ ലളിതമായ ജീവിതം നയിച്ച് വിശുദ്ധമായ ജീവിതം നയിക്കാൻ പരിശീലിപ്പിക്കണം. ഒപ്പം ദൈവവിളികളെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ച വൈദികനാണ്. അന്തോണീച്ചൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ നമ്മുടെ ഇടവകയിൽ നിന്നും വൈദിക സന്യാസ ദൈവവിളികൾ വളർത്താൻ, കുടുംബങ്ങളിൽ നല്ല മക്കളുണ്ടാകാൻ, ക്രൈസ്തവ ജീവിതം നയിക്കുന്ന കുടുംബജീവിതത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ അന്തോണീച്ചൻ്റെ മാതൃകയും മധ്യസ്ഥയും നമുക്ക് സഹായകമാകട്ടെ. അച്ഛൻ്റെ ഓർമ്മ ദിനത്തിൽ അച്ഛനെ ഓർത്ത് അച്ഛനെ നൽകിയ ദൈവത്തിന് നന്ദി പറഞ്ഞ് അച്ഛൻ നൽകുന്ന മാതൃകകൾ നമുക്ക് അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയ്ക്ക് കേന്ദ്രീകൃത ജീവിതം നയിച്ച അച്ഛൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ പരിശുദ്ധ കുർബാന ഒന്നിച്ചർപ്പിക്കാം. ഡൽഹിയിൽ പ്രവർത്തിച്ചിരുന്ന പേഴ്സ് അഗ്രോടെക് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കാർഷിക കമ്പനിയിൽ പണം നിക്ഷേപിച്ച് വഞ്ചിതരായവരെ മനുഷ്യാവകാശ സംരക്ഷണ സംഘം നേതാവ് വഞ്ചിച്ചതായി MA ഹംസ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വഞ്ചിതരായവർക്ക് റീഫണ്ട് നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളിക്കുളങ്ങര സ്വദേശി ജോയ് കൈതാരത്തും കൂട്ടാളികളും ചാലക്കുടിയിൽ വ്യാജ ഓഫീസ് തുറന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി ആരോപിക്കുന്നു. ജോയ് കൈതാരത്തിനും കൂട്ടാളികൾക്കുമെതിരെ തൃശൂർ മുൻസിഫ് കോടതി നിരോധന ഉത്തരവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. PSCL കമ്പനിയുമായും സൊസൈറ്റിയുമായും ജോയ് കൈതാരത്തിനും കൂട്ടാളികൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും ഇനിയും ജനങ്ങൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത ഉണ്ടായിരിക്കണമെന്നും സൊസൈറ്റി പ്രസിഡന്റ് ഹംസ പറഞ്ഞു. സൊസൈറ്റിയുടെ അടിയന്തര യോഗം സെപ്റ്റംബർ 9 കേരള സംഗീത നാടക അക്കാദമിയിൽ നടത്തുമെന്നും പണം തിരികെ കിട്ടാനുള്ള എല്ലാ അംഗങ്ങളുടെയും ഒപ്പ് ശേഖരിച്ച് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് നൽകാൻ തീരുമാനിച്ചതായും ഹംസ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ MA ഹംസ, ദാക്ഷായണി വളാഞ്ചേരി, അൻസാർ പെരുമ്പാവൂർ, ജയപ്രകാശ് പാലക്കാട്ട്, സാബിറ തൃശൂർ എന്നിവർ പങ്കെടുത്തു. തൃശൂർ അശ്വിനി ആശുപത്രി മുൻ ഡയറക്ടറായ ചെറുകുളം CN നാരായണൻ തൃശൂരിലെ വസന്ത നഗറിലെ സ്വവസതിയിൽ വെച്ച് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറ കോവിലകത്തെ പത്മേശ്വരി തമ്പുരാനാണ് ഭാര്യ. മുൻ ഇന്ത്യൻ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായും വീനാർ സിസ്റ്റംസ് ജനറൽ മാനേജറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗാന്ധി പീസ് ഫൗണ്ടേഷൻ ചെയർമാൻ, പൂർണ്ണോദയ ബുക്ക് ട്രസ്റ്റ് ആജീവനാന്താംഗം, ട്രസ്റ്റി, സർവോദയ മണ്ഡലം ലോകസേവക് എന്നീ നിലകളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഗാന്ധിജിയുടെ കൃതികളിൽ ഒന്നായ സർവോദയം എന്ന ഗ്രന്ഥം പൂർണ്ണോദയ ബുക്ക് ട്രസ്റ്റിന് വേണ്ടി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. കുട്ടനല്ലൂർ ഗ്രാമീണ വായനശാലയുടെ സ്ഥാപക സംഘാടകരിൽ ഒരാളായിരുന്നു. തൃശൂർ സബ്വേ ഇൻഫ്രാസ്ട്രക്ചർ സൊസൈറ്റി അംഗം IM വേലായുധൻ, CN വല്ലഭൻ എന്നിവരും ഡോക്ടർ CN പരമേശ്വരൻ, ഡോക്ടർ CN രാമൻ, CN കൃഷ്ണൻ എന്നിവരും സഹോദരങ്ങളാണ്. മക്കൾ വിവേക്, വിദ്യ, മരുമക്കൾ ജയമാല, ബാച്ചി.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുത്തൂർ റോഡ് വികസനത്തിന് സ്ഥലം ഏറ്റെടുക്കാനെത്തിയ ഉദ്യോഗസ്ഥരെ ഒരു വിഭാഗം നാട്ടുകാർ തടഞ്ഞു. മരത്താക്കരയിൽ ഫർണിച്ചർ കട കത്തി നശിച്ചു. 20 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി പ്രാഥമിക നിഗമനം. കേരള കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി ജില്ലാ ക്ഷേമനിധി ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. തെക്കുംകര പഞ്ചായത്ത് അടങ്ങളം കാർത്തിക ജയൽജിയുടെ നേതൃത്വത്തിൽ പൂക്കൃഷി വിളവെടുപ്പ് ആഘോഷമാക്കി. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.